ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നു. സുജു, അവിടെ പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് അവിടെ ഈ പൊതിച്ചോർ ഓണസദ്യക്ക് DYFIയുടെ ഓണസദ്യക്ക് നേതൃത്വം നൽകുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും സിജു, ഇവിടെ പത്തനംതിട്ടയിൽ DYFIയുടെ ഓണസദ്യ വിതരണമാണ്. അവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ളവർ അതിൽ പങ്കാളിയാകുകയും ചെയ്യുന്നു. ചേച്ചി ആദ്യം മുതൽ പറയുന്നുണ്ട്, ചേച്ചിക്ക് രണ്ട് വാക്ക് പറയണമെന്ന്. ചേച്ചി എന്താ പറയാനുള്ളത്? നല്ലൊരു പരിപാടിയായി ചെയ്ത് ഓണമായിക്കൊണ്ട് ആൾക്കാർക്കെല്ലാം വലിയൊരു ഉപകാരമാണ്. നല്ല സദ്യയാണ്. ഞങ്ങളിവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഇന്ന് വീട്ടിലോട്ട് പോകാൻ ഭാവിച്ചപ്പോഴാണ് സദ്യ കണ്ട് ഞങ്ങളെ ഇരുത്തി ഭക്ഷണം തന്നു. ഓണസദ്യ ഉണ്ടാകുന്ന സൗകര്യം ഇപ്പം ആശുപത്രി അഡ്മിറ്റ് ഇല്ലായിരുന്നു. ഇവിടെ കിട്ടി. വളരെ ഒരു സഹായമായി. നിങ്ങൾ ഒരുമിച്ചുള്ളതാണോ? സന്തോഷമായോ? അതാണ് CPM ജില്ലാ സെക്രട്ടറി ചേരുന്നുണ്ട്. രൈസഹാവെ, ഇപ്പോൾ ആ ചേച്ചി പറയുമായിരുന്നു, ഒരു ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു, ഡിസ്ചാർജ് ആയി, വീട്ടിൽ പോയ ഓണസദ്യ ഇന്ന് കഴിക്കാൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ പറ്റില്ലായിരുന്നു. പക്ഷേ DYFI ഒരുക്കി അവർ വലിയ സന്തോഷം പങ്കിടുകയാണ്. നിങ്ങൾ സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും ഇത്തരം സന്തോഷങ്ങളാണ് DYFIയുടെ ഭാഗത്തുണ്ടാകുന്നത്. തിരുവോണം നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്. മാവേലി നാടു വാണിടുന്ന കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാമോദത്തോടെ വസിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മൾ പ്രത്യേകിച്ച് DYFI നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ ഒപ്പിയെടുക്കാൻ രാജ്യത്ത് DYFI പോലെ മറ്റൊരു പ്രസ്ഥാനമില്ല. അതുകൊണ്ടാണ് DYFIയുടെ പൊതിച്ചോറാണെങ്കിലും സദ്യയാണെന്നുണ്ടെങ്കിലും ജനങ്ങൾ അവരുടെ സദ്യയായിട്ടും ഓണസമ്മാനമായിട്ടും ഏറ്റെടുക്കുന്നത്. അവർ ഹൃദയം തൊട്ടാണ് DYFIയുടെ പ്രവർത്തനങ്ങൾക്ക് അവർ പൊതിച്ചോറ് നൽകുന്നത്, ഇതിൻ്റെ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നത്. ഇന്നത്തെ പ്രത്യേകത, മണ്ണടിയിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് തന്നെ വിഷ്ണുവിൻ്റെ നമ്മുടെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ച് തന്നെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുകയും അത് ഇവിടെ കൊണ്ടുവരികയും ചെയ്ത് ഇന്ന് നമ്മൾ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രി പോലെ തന്നെ തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ DYFI ഇത് തുടർന്നും ചെയ്യുകയാണ്. എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. വിഷ്ണുവിടെ ജില്ലാ സെക്രട്ടറി ചേരുന്നു. വിഷ്ണു, ആളുകൾ വലിയ സന്തോഷം പങ്കിടുകയാണ്. ഇതാണ് DYFI ജില്ലാ സെക്രട്ടറിന് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം. തീർച്ചയായും എന്നും സഖാവ് പറഞ്ഞ പോലെ തന്നെ എന്നും മനുഷ്യരോടൊപ്പം മനുഷ്യരുടെ ഒരാളായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ് DYFI എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ തന്നെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ റാന്നിയിലും കോഴഞ്ചേരിയിലും തിരുവല്ലയിലടക്കം വെള്ളം കയറിയ വീടുകളടക്കം ശുചീകരിച്ചും അവർക്ക് വേണ്ട ആവശ്യസാധനം നൽകിയും അവരോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ്. എല്ലാ കൊല്ലവും DYFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ തയ്യാറാക്കി നൽകുന്നുണ്ട്. അടുത്ത തവണ ജില്ലയിലെ മുഴുവൻ സർക്കാർ ഹോസ്പിറ്റലിലും ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി ഈ പരിപാടി ഏറ്റെടുക്കാൻ വേണ്ടി DYFI സജ്ജരാകും. തീർച്ചയായിട്ടും സിജു, ഇതാണ് നല്ല ഒരു സന്ദേശം ആണ്, നല്ലൊരു സന്തോഷമാണ് ഈ നിമിഷം നമുക്ക്. നേരത്തെ നമ്മൾ കണ്ടതാണ് വിഷ്ണുവിന്റെ വീട്ടിൽ. ശരി സുജു, വിഷ്ണുവിന്റെ വീട്ടിൽ ഈ ഓണസദ്യ ഒരുക്കതൊക്കെ നമ്മൾ കണ്ടതാണ്.